ഹലോ ഫ്രണ്ട്സ്, സുനീറാസ് ബാംഗ്ലൂർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നൂൽപുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. വലിയ ഉള്ളി 2, തക്കാളി 1, പച്ചമുളക് 2, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ്, കറിവേപ്പില 2 തണ്ട്, മല്ലിയില കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം. എണ്ണ 2 ടേബിൾ സ്പൂണ്, വെള്ളം 1/2 ഗ്ലാസ്, മുട്ട 3. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ട വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഗ്രേവിയും ഉണ്ടാവും. ഈ സമയം നമുക്ക് എരിവും ഉപ്പും നോക്കണം. ഇനി ഇതിലോട്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കണം. ഇനി നമുക്ക് മൂടി വെക്കണം. പിന്നെ തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം സൈഡിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.